ഹൈ ഫ്രണ്ട്സ്, നമസ്കാരം. പവിത്രത്തിന്റെ നല്ലൊരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിക്രത്തിനെയാണ്. അപ്പൊ വിക്രം ദേണ്ട MLA വീട്ടിലേക്ക് കയറാനായിട്ട് ചെന്നിരിക്കുകയാണ്. അപ്പൊ കള്ളന്മാർ ചൊല്ലുന്ന പോലെ തന്നെ ആള് ദേണ്ട അങ്ങോട്ടേക്ക് ചെന്നു. പതുക്കെ ദേണ്ട ടെറസിന്റെ മണ്ടയിലൊക്കെ വലിഞ്ഞു കയറി അകത്തേക്ക് ചെന്ന് അലമാരി തപ്പി ഫയൽസ് ഒക്കെ നമ്മുടെ ശ്രീനിവാസൻ പറഞ്ഞതനുസരിച്ച് എടുക്കുകയാണ്. ഈ സമയത്ത് വേദ മുത്തശ്ശി ഉണ്ട് കേട്ടോ. അമ്മ അച്ചമ്മ പറഞ്ഞതനുസരിച്ച് വേദ വിക്രത്തിനെ വിളിക്കുന്നുണ്ട്. വിക്രം ഫോൺ കട്ടാക്കുകയാണ് കേട്ടോ. അതെ, നീ ഒന്ന് വിളിച്ചു നോക്കുമോളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അവക്ക് വിളിക്കാൻ കണ്ട ഒരു സമയം എന്ന് പറഞ്ഞു വിക്രം ദേഷ്യപ്പെട്ട ഫോൺ കട്ടാക്കി കേട്ടോ. എന്താ മോളെ, ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുമോളെ എന്ന് പറഞ്ഞു. അവസാനം വേദ വീണ്ടും ട്രൈ ചെയ്തു. അപ്പോഴേക്ക് കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തു മുത്തശ്ശി. ഭാര്യയുടെ ഫോൺ ഭർത്താവ് കട്ട് ചെയ്യോ? അത് പുതുമോടിയില്? നിങ്ങളെ പ്രേമിച്ച് വിവാഹം കഴിച്ചവര് തന്നെ അല്ലേ മോളെ എന്ന് ചോദിച്ചോ. അത് ഞാൻ പറഞ്ഞല്ലോ അച്ചമ്മേ. എന്ത് പറഞ്ഞു എന്ന്? അച്ചമ്മയോട് നീ എല്ലാ സത്യവും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് വരുവാണ്. അച്ചമ്മേ, ഇവളെല്ലാ കാര്യവും അച്ചമ്മയോട് പറയാത്തതാ. അവനെ ഇവളെ ബലമായി തലകെട്ടിയതാ. അയ്യോടി, നീ അത് പറഞ്ഞു തന്നിട്ട് വേണോ ഞാൻ അറിയാനായിട്ട്? അത് ലോകം മുഴുവൻ കണ്ടതല്ലേ. അതല്ല അച്ചമ്മേ, ഇവള് താലി പൂജിക്കാൻ അമ്പലത്തിൽ പോയതാ. അപ്പോഴാണ് വിക്രം അവിടേക്ക് കയറി ചെന്നത്. അവിടെ വെച്ച് നന്ദിനി എന്നൊരു വിളി. നമ്മുടെ കമലയാണ് കേട്ടോ. അപ്പൊ കമല അങ്ങോട്ടേക്ക് വന്നു. അല്ലമ്മേ, മുഖത്ത് നോക്കി അച്ചമ്മയോട് നോണ പറയുന്നത് കേട്ടപ്പോ എനിക്ക് സത്യം പറയാതിരിക്കാൻ തോന്നിയില്ല. അതാ. നോണയോ? എന്ത് നോണ എന്ന് ചോദിച്ചു. അല്ല, താലി പൂജിക്കാനാണ് വേദ പോയതെന്നുള്ളത് സത്യമല്ലേ? അതെ, അത് സത്യമാണ്. അത് മാത്രമാണ് സത്യം. അപ്പോഴാണ് വിക്രം അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് എന്നുള്ളത് സത്യമല്ലേ? അതെ, അത് തന്നെയാ ഞാനും പറഞ്ഞത്. പിന്നെ ഇപ്പൊ അതിൽ എന്താ ഇത്ര നുണയുള്ളത് എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടാതെ നിൽക്കാണ്. പക്ഷെ അത് പ്രേമം കൊണ്ടല്ലോ. ആര് പറഞ്ഞു? വിക്രമോ വേദയോ നിന്നോട് അങ്ങനെ വന്ന് പറഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു. അല്ല, അമ്മ എന്തിനാ കണ്ണടച്ചിട്ടാക്കുന്നത്? ഒരു വാശിപ്പുറത്ത് കിട്ടിയതാണ് ഇവളോടെ ഇറങ്ങിപ്പോണമെന്ന് വിക്രം പറയുന്ന അമ്മ കേട്ടതല്ലേ? അതാണോ കാര്യം? അച്ഛന്റെ മുന്നിലേക്ക് ഒരു പെൺകുട്ടിയെ താലി കെട്ടി കൂട്ടിക്കൊണ്ട് വന്ന എന്തായിരിക്കും പറയാന്ന് വിക്രമിനും വേദയ്ക്കും നന്നായി അറിയാം. അതുകൊണ്ട് അവർ രണ്ടു വീട്ടുകാരുടെയും മുന്നിൽ കളിച്ച ഒരു നാടകമായിരുന്നുവെന്ന് ഇതുവരെയും മനസ്സിലായില്ലേ നന്ദിനി? നാടകവോ? അമ്മ എന്തൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചു. അച്ഛമ്മ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ദേ ഈ വീട്ടിൽ അനാവശ്യമായ കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കരുതെന്ന്. അപ്പോ പിന്നെ ഞാനാണോ വഴക്കുണ്ടാക്കാൻ നോക്കുന്നത്? പിന്നെ അച്ചമ്മയോട് നോണ പറയുന്നത് നീയല്ലേ, എന്നിട്ടല്ലേ വഴക്കുണ്ടാക്കാൻ നോക്കുന്നത്? ഞാനോ? നന്ദിനി, നീ കല്യാണം കഴിഞ്ഞ് വന്ന് കേറി കാലം മുതൽ ശ്രദ്ധിക്കുന്നതാ. ഒരെല്ല് നിനക്ക് കൂടുതലാ. ആ എല്ല് അതുകൂടി തല്ലി പൊട്ടിച്ചിട്ട് വേണോ ഞാൻ ഇവിടുന്ന് പോവാൻ? അയ്യോ അച്ഛമ്മേ, ഞാനൊന്നും ചെയ്യാൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു വേഗനന്ദിനി. അച്ഛൻ വിക്രമിനെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിവാഹവും അംഗീകരിച്ചിട്ടില്ല അച്ഛമ്മേ. അതുകൊണ്ട് ഈ നന്ദിനി അടുത്തി അച്ഛന്റെ പക്ഷത്ത് നിന്നിട്ട് ഞങ്ങളുടെ വിവാഹത്തെ തള്ളിപ്പറയാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛമ്മേ. ആ വെള്ളം എന്താണെങ്കിലും നീ വാങ്ങി വെച്ചാൽ മതി നന്ദിനി. ഞാൻ എന്തായാലും ഇവരുടെ ബന്ധത്തെയും വിവാഹത്തെയും എല്ലാവരെയും കൊണ്ട് അംഗീകരിപ്പിച്ച ശേഷമേ ഞാൻ ഇവിടുന്ന് പോവൂ എന്ന് പറഞ്ഞു അച്ഛമ്മ. അതെ നന്ദിനി, അത് തന്നെയാ വേണ്ടത്. അച്ഛനെ പേടിച്ച് എത്ര കാലമെന്ന് വെച്ചാ ഇവരുടെ ബന്ധം ഇങ്ങനെ കഴിയുക? അപ്പൊ അമ്മയും അച്ഛമ്മയും വേദിയൊക്കെ കൂടി പ്ലാൻ ചെയ്തതല്ലേ? അതെ. അതുകൊണ്ട് നിനക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഉണ്ടോ? നീ ചെന്ന് കിടന്ന് മോളെ ഉറങ്ങാൻ നോക്ക്. ഞങ്ങൾ എന്തായാലും വിക്രം വന്നിട്ടേ ഉറങ്ങുന്നുള്ളൂ. ചെല്ല് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി ചവിട്ടി തുള്ളി അകത്തേക്ക് പോവാട്ടോ. അപ്പൊ വേദ, പാവാട്ടോ അച്ഛമ്മേ, ഇത്തിരി കുശുമ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കറിഞ്ഞൂടെ മോളെ. വിക്രം ദേണ്ട ഫയൽസ് എല്ലാം കണ്ടുപിടിച്ച സന്തോഷത്തിൽ ആളെ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഈ വാതിൽ തുറന്നപ്പം ആരോ ഒച്ച കേട്ടു. ആരിടാത് എന്ന് ചോദിച്ചു പുറകെ ചെന്നെങ്കിലും വിക്രം വേഗം തന്നെ വണ്ടി എടുത്ത് അവിടുന്ന് രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പൊ നേരെ ചെല്ലുന്നത് നമ്മുടെ ശ്രീനിവാസന്റെ അടുത്തേക്കാണ്. എന്താ വിക്രം ഈ സമയത്ത് എന്ന് ചോദിച്ചോ. എന്താ ഇത്? ഫയൽ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അപ്പൊ സാറ് നോക്ക്. അപ്പൊ ഇത് കണ്ടപ്പോ ശ്രീനിവാസന് ഭയങ്കര സന്തോഷമായി. ജില്ലാ കമ്മിറ്റിയിലെ പോൾ കാട്ടൂക്കാരൻ സാറിനെതിരെ പ്രമേയമായിട്ട് വരില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്ന സാർ നല്ലത്. അതുകൊണ്ട് ആ സാറിനെ പോലും അറിയിക്കാതിരുന്നത്. താങ്ക് യു വിക്രം എന്ന് പറഞ്ഞു. നീ ഇത് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ നിന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചത്.
വാ അകത്തേക്ക് വാ, സാറ് കിടന്നോ, ഞാൻ പോവാ, എന്തെങ്കിലും കഴിച്ചോ നീ? രാത്രി ഭക്ഷണം വീട്ടിൽ ചെന്നിട്ടേ പതിവുള്ളൂ. അമ്മ കാത്തിരിക്കുമല്ലേ? അമ്മ ചിലപ്പോൾ ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടാവും, എന്നാലും അതൊരു ശീലമായിപ്പോയി. എന്നാ ശരി സർ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ശ്രീനിവാസന് ഭയങ്കര സന്തോഷമായി. ഈ സമയം കൊട്ടേഷൻ ഗാങ്ങുമായിട്ട് ഒരു കൂട്ടർ അവിടെ നിൽപ്പുണ്ട് കേട്ടോ. മറ്റാരുമല്ല, നമ്മുടെ അഭിലാഷ്. അപ്പൊ അഭിലാഷ് ഇവനെ അടിച്ചു വീഴ്ത്താനാണ് പ്ലാൻ. അപ്പൊ നേരെ റോഡിൽ കുറുകെ ഒരു കമ്പി വലിച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. വിക്രം വരുമ്പോൾ ബൈക്ക് തട്ടി വീഴാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇവന്മാരിങ്ങനെ കാത്തു നിൽക്കുകയാണ്, വിക്രത്തിന്റെ വരവും കാത്ത്. ഈ സമയത്താണ് പെട്ടെന്ന് തന്നെ വിക്രത്തിന്റെ ഫോണിലേക്ക് വേദ വിളിക്കുന്നത്. അപ്പൊ അവസാനം വിക്രം വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തു. പാർക്ക് ചെയ്ത ശേഷം ഫോൺ എടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവന്മാരുടെ പ്ലാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇവരിങ്ങനെ. അതെ, എന്താടി വേദാളമേ നിനക്ക് വേണ്ടത്? അയ്യോ, എനിക്കല്ല വെട്ടുപോത്തെ വേണ്ടത്, അച്ചമ്മയ്ക്കാ വേണ്ടത് എന്ന് പറഞ്ഞു. ഓ, എന്ത് ചെയ്യുമെന്ന് പറ. അച്ചമ്മയും അമ്മയും ഒക്കെ വെട്ടുപോത്ത് വന്നിട്ടേ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞ് വിശന്നിരിക്കുക. എപ്പോഴാ വരിക? എനിക്ക് സൗകര്യമുള്ളപ്പോ വരും, മതി, അത് ഞാൻ അവരോട് ഞാൻ പറഞ്ഞോളാം. വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. എന്താ പറയണ്ടേ? വേണ്ട, ഞാൻ വന്നോളാം. എപ്പോ വരും എന്ന് ചോദിച്ചോ. 10 മിനിറ്റ്, അല്ലെങ്കിൽ വേണ്ട ഒരു 15 മിനിറ്റ്, അതിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കണം. ഇപ്പൊ തന്നെ മണി 11 കഴിഞ്ഞു. 10 മിനിറ്റിലെത്തും. ഗുഡ് ബൈ. ശരി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു. ഈ സമയത്താണ് അയ്യോ എന്ന് പറഞ്ഞ് ഒരു സൈക്കിളുകാരൻ വന്ന് വീണത്. അപ്പോഴേക്കും ഇവന്മാരിത് ഇവിടെ ഇട്ടിട്ട് ഓടി കേട്ടോ അഭിലാഷൊക്കെ. ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വിക്രം ചെന്നു. എന്നിട്ട് പിടിച്ചെഴുന്നേപ്പിച്ചു. ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? എങ്ങനെ വീണത്? താൻ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, എന്തിലോ തട്ടി വീണതാ എന്ന് പറഞ്ഞു. അവസാനം സൈക്കിളൊക്കെ എടുത്തു കൊടുത്തു. സൈക്കിൾ ചവിട്ടി പോവാൻ പറ്റുമോ? കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ശരി കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് പോവാണ് കേട്ടോ. വിക്രം ഇങ്ങനെ നടന്നപ്പോഴത്തേനും വിക്രത്തിന്റെ കാലിലും ഈ വള്ളി തട്ടി, കമ്പി വള്ളി. ഇതാരോ മനഃപൂർവ്വം എനിക്ക് സ്കെച്ച് ഇട്ടതാണല്ലോ എന്ന് വിക്രത്തിന് മനസ്സിലായി കേട്ടോ. അപ്പൊ വിക്രം നോക്കിയിരിക്കുകയാണ്. പിന്നെ കാണുന്നത് മുത്തശ്ശീനെയും അച്ചമ്മേനെയും നമ്മുടെ വേദേനെയാണ്. അപ്പൊ തറവാട്ടിലെ മുഴുവൻ കൃഷിപ്പണിയും അച്ചമ്മയാണോ നോക്കുന്നത്? പിന്നല്ലാതെ. നമ്മുടെ കണ്ണെത്തിയില് ഒന്നും ശരിയാവില്ല. പണിക്കാരെ മാത്രം വിശ്വസിച്ച വലിയ പാടാ മോളെ. ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല, ശീലിച്ചതല്ലേ. അതൊഴിവാക്കാൻ ഒരു പാട്, അത്രയേ ഉള്ളൂ. അച്ഛന് കൃഷിക്കമ്പം കിട്ടിയത് അച്ചമ്മയിൽ നിന്നാണല്ലേ എന്ന് ചോദിച്ചു. പിന്നല്ലാണ്ട്, ചെറുപ്പത്തിലെ അവൻ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടുമായിരുന്നു. പിന്നെ എന്തൊക്കെ കൃഷി ഉണ്ടായിരുന്നു അച്ചമ്മയ്ക്ക്? ഒരുവിധം എല്ലാം തന്നെ ഉണ്ട്. കപ്പയും കാച്ചിലും ചേനയും വാഴയും പിന്നെ ഇത്തിരി നെല്ലും. നെല്ല് വിരിപ്പൂ കൃഷിയാ കേട്ടോ. മേടത്തിൽ വിതച്ച ചിങ്ങം കന്നിയിൽ കൊയ്യാം. പുത്തരി കൊയ്ത്ത എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? ഇപ്പൊ വിതയ്ക്കേണ്ട സമയമാ. ഇവിടെ ഈ വല്ലവരുടെയും ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യേണ്ട വല്ല കാര്യവും സുധാകരനുണ്ടോ? കുറച്ചേ ഉള്ളൂ എങ്കിലും അവിടെ വന്ന് അത് നടത്തി ജീവിക്കാവല്ലോ. അത് പറഞ്ഞ് അവൻ കേക്കില്ല. അച്ഛന് കൃഷി മാത്രമല്ലല്ലോ, കുറെ കുട്ടികൾക്ക് ട്യൂഷനും എടുക്കുന്നില്ലേ? ഇത്രയും കാലം സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ചെയ്യട്ടെ എന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോ ആ ട്യൂഷൻ ക്ലാസ്സിൽ പോയി ജോലി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഒരു കാര്യമല്ല. ഇവിടെയുള്ളതെല്ലാം ആൺമക്കൾക്ക് വിട്ടുകൊടുത്തിട്ട് അവനും കമലയ്ക്കും അച്ഛമ്മയുടെ അടുത്ത് വന്ന് നിന്നൂടെ മോളെ? അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞു ഉടനെ വേദ. അച്ഛൻ അങ്ങനെ ചെയ്യാലോ? പക്ഷെ അങ്ങനെ ചെയ്യില്ല. കാരണം എന്താണെന്നറിയോ? പുറമേ ബഹളം വെക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമെങ്കിലും അവൻ എല്ലാ മക്കളും അടുത്ത് തന്നെ വേണം. അത് തന്നെ കാരണം എന്ന് പറഞ്ഞു. ഇവരിങ്ങനെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. വാടാ, നിന്നെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വിക്രം അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. അല്ല, നീ ഇതുവരെ എവിടെയായിരുന്നു വിക്രം എന്ന് ചോദിച്ചു അച്ഛമ്മ. കല്യാണം കഴിച്ചോണ്ട് വന്ന ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിർത്തിയിട്ട് നീ ഈ രാത്രിയിൽ എവിടെ തെണ്ടാ നടക്കുമായിരുന്നടാ? അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി തീർക്കാനുണ്ടായിരുന്നു, അതാ ഞാൻ. പിന്നെ ഓവർ ടൈം ചെയ്ത് ജോലി തീർക്കാൻ കളക്ടർ ഉദ്യോഗമാണല്ലോ. ഈ കുട്ടി ഇതുവരെയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല, അതറിയോ നിനക്ക്? ഇവളോട് പട്ടിണി ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ശരി, നീ വന്നിട്ട് കാത്തിരിക്കുന്നതായിരിക്കുമോ കുറ്റം എന്ന് ചോദിച്ചു. ഇനിയും നിന്ന് സമയം കളയാതെ വേഗം അകത്തേക്ക് നടക്കടാ, എന്തെങ്കിലും കഴിക്ക, വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അച്ഛൻ അകത്തേക്ക് പോയി. വിക്രമൻ ചേട്ടൻ വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഡി വേതാളമേ, വാ ചേട്ടാ, ഷൂ കൂരിട്ട് വന്നാ മതി എന്ന് പറഞ്ഞു. കമലേ, ദി മക്കൾക്ക് ഭക്ഷണം എടുത്തെടുക്ക. അപ്പൊ
ടേബിളിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ നീ താഴെ ചെന്ന് ചമ്പരം പഴഞ്ഞിരിക്കടാ. ഇത് നിനക്കൂണ് നിലത്തിരുന്ന, അതെന്താ ഇന്നൊരു പ്രത്യേകത? അതൊക്കെയുണ്ട്, നീ അവിടെ പോയി ഇരിക്കുക എന്ന് പറഞ്ഞു. അവസാനം വിക്രം മനസ്സോടെയാണെങ്കിലും നിലത്ത് പോയിരുന്നു. എന്ത് ചെയ്യാനാ, അച്ഛമ്മ പറഞ്ഞില്ലേ, ചെന്നവന്റെ അടുത്തിരിക്കുക എന്ന് പറഞ്ഞു വേദയോട്. കല്യാണമോ കാണാൻ പറ്റിയില്ല, രണ്ടും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നെങ്കിലും ഞാനൊന്ന് കാണട്ടെ, ഒന്ന് ചെന്നിരിക്കും മോളെ എന്ന് പറഞ്ഞു. അവസാനം വേദ അതേണ്ട വിക്രത്തിന്റെ അടുത്തേക്ക് ചെല്ലാണ്. അല്ല, വേണമെങ്കിൽ വിക്രമൻ ചേട്ടൻ ഊണ് കഴിച്ച ശേഷം ഞാൻ കഴിച്ചോളാം. വേണ്ട മോളെ, നീ അത്ര കുലസ്ത്രീയൊന്നും ആകണ്ട, നീ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവൾ അവിടെ ഇരുത്തി കേട്ടോ. വിളമ്പ എന്ന് പറഞ്ഞു. കുറച്ചുകൂടി ചേർന്നിരിക്കുക എന്ന് പറഞ്ഞു. അവന്ന് ദേഹത്ത് മുട്ടിയാൽ നിനക്ക് എന്താടാ കുഴപ്പം എന്ന് ചോദിച്ചു. ഇനി വിളമ്പ്. അപ്പൊ കമല വിളമ്പിയെല്ലാം കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കഴിച്ചു തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. കഴിച്ചു തുടങ്ങിയപ്പോ എന്റെ ദൈവമേ, ഇനി ഇവക്ക് വാരി കൊടുക്കാനെങ്കിലും പറയുവോ എന്ന് വിചാരിച്ചു. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ മുത്തശ്ശി ഓരോരുള്ള അവക്ക് വാരി കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പറഞ്ഞു എന്ന് വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കായിരുന്നു. പേടിച്ച് ഇത് പറയും എന്ന് വിചാരിച്ച. അവക്ക് വേറൊരാള് എച്ചിലാക്കിയത് കഴിക്കാൻ ഇഷ്ടമല്ല. ആണോ മോളെ? ആണെന്ന് പറയടി എന്ന് പറഞ്ഞു. അല്ല എന്നൊക്കെ പറഞ്ഞു. അത് വേഗം കഴിക്കുക. അപ്പൊ രണ്ടുപേരുടെയും കഴിപ്പൊക്കെ നോക്കി ആസ്വദിച്ച് അച്ഛമ്മയും മുത്തശ്ശിയും നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ ഇങ്ങനെ ആക്രാന്തം പിടിച്ച് മൊത്തം വാരി വലിച്ച് തിന്നുകയാണ് കേട്ടോ. ഇതെന്താ ഇങ്ങേർക്ക് വല്ല ആക്രാന്തം മൂത്ത് പ്രാന്തായതാണോ? ഇനിയിപ്പോ ഇലയും കൂടി തിന്നു എന്റെ ഈശ്വര എന്ന് വേദം ഇങ്ങനെ നോക്കുവാണോ തീറ്റ കണ്ടിട്ട്. വേഗം തിന്നിട്ട് എണീക്കാൻ തുടങ്ങിയപ്പം എടാ അവളോട് തിന്നിട്ടെ, നീ അവിടെ ഇരിക്കാം, ഇനിയിപ്പം ഞാൻ കൈ അവിടെ ഇരുന്ന് ഉണങ്ങണോ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം എഴുന്നേറ്റ് അങ്ങ് പോവാണ് കേട്ടോ. പിന്നെ കാണുന്നത് വേദയുടെ വീട്ടിലാണ്. അപ്പൊ ശ്രീകാന്തിനെ കാണാൻ സാബു സാർ അങ്ങോട്ടേക്ക് വരിക. എന്തായി ഇൻസ്പെക്ടറെ, എന്തെങ്കിലും നടക്കുവോ? ഒരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടിയതായിരുന്നോ, പക്ഷേ ഉപയോഗിക്കാൻ പറ്റാതായിപ്പോയി. എന്ത് പറ്റി? താനിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. എന്താടോ ഗോൾഡൻ ചാൻസ് എന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. എന്ത് പറ്റിയടോ? ഇന്നലെ രാത്രി അവൻ സിറ്റിംഗ് MLA വീട്ടിൽ കയറി മോഷണം നടത്തി. മോഷ്ടിച്ചോ? അവൻ മോഷ്ടിച്ചത് ഒരു ഫയലും കുറച്ച് രേഖകളുമാണ്. അത് ഞാൻ അറിഞ്ഞപ്പോ പദ്ധതി തയ്യാറാക്കി ചെന്നതാ. പക്ഷേ MLA അടുക്കുന്നില്ല. അതെന്തു പറ്റി എന്ന് ചോദിച്ചു. അവൻ വീട്ടിൽ കയറിയതിനും ഇറങ്ങിപ്പോയതിനും CCTV ഫുട്ടേജ് അടക്കം തെളിവ് അടക്കമുണ്ട്. പക്ഷേങ്കില് MLAക്ക് പണവും സ്വർണവും കണവ് പോയെന്ന് ഒരു പരാതി മാത്രം മതിയായിരുന്നു അവനെ പിടിച്ചു പൂട്ടാൻ. പിന്നെന്താ MLA സമ്മതിക്കാത്തത്? അയാളത് വിട്ടു പറയുന്നില്ല. അപ്പോ പരാതി ഇല്ലെന്ന് മാത്രമാണ് അയാളുടെ നിലപാട്. അപ്പൊ അവനെടുത്തത് എന്തെങ്കിലും സീരിയസ് ആയ രേഖകളായിരിക്കും അല്ലേ? അതെ സർ, അതാണ് അയാൾക്ക് വിട്ടു പറയാൻ ഒരു പേടി. ഇന്നലെ അഭിലാഷും ടീമും അവനൊരു വല വെച്ചതാ. പക്ഷെ അത് അവസാന സമയത്ത് അതും രക്ഷപ്പെട്ടു. ശരിയാ സർ, ഇത്രത്തോളം ഭാഗ്യമുള്ളവനെ വേറെ എങ്ങും കാണാൻ പോലും കിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞു. സത്യത്തില് സാറ് വിഷമിക്കണ്ട, ആ ഭാഗ്യം എന്നെങ്കിലും എല്ലായ്പ്പോഴും അവനുണ്ടാവണമെന്നില്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ദിവസം നമ്മളുടെ കയ്യിൽ അവൻ പെടും, ഉറപ്പ് എന്ന് പറഞ്ഞു. ആ ദിവസത്തിന് വേണ്ടിയിട്ട് അധികം നാള് നമ്മൾ എത്ര കാത്തു നിൽക്കണം എന്നതാണ് എന്റെ പ്രശ്നം. വീട്ടുകാരെ തുടരുതെന്ന് സാർ പറഞ്ഞിരുന്നല്ലോ, അതാ പിന്നെ ആ വഴിക്ക് പോകാഞ്ഞത്. അത് വേണ്ട സാബോ, അച്ഛനല്ലെങ്കിൽ തന്നെ ആ കാര്യത്തിൽ എനിക്കെതിരാ. അതുകൊണ്ട് ഇനിയും നമ്മൾ ആ വഴിക്ക് എന്തെങ്കിലും ചെയ്തു എന്നറിഞ്ഞാൽ സംഗതി പുലിവാലാകും എന്നുള്ള കാര്യം ഉറപ്പല്ലേ. പിന്നെ കുംഭമേളയും കാശിയും അയോധ്യ ദർശനവും ഒക്കെ കഴിഞ്ഞ് അച്ഛൻ തിരിച്ചെത്തുന്നത് തികഞ്ഞ സ്വാത്വികനായിട്ടാണെങ്കിൽ നമ്മളിപ്പൊ പ്ലാൻ ചെയ്തത് പോലും ചിലപ്പോൾ നടക്കാതാവും. അപ്പൊ അങ്ങനാണെങ്കിൽ ജഡ്ജി സാറ് തിരിച്ചെത്തുന്നതിന് മുൻപ് എല്ലാം കഴിയണം എന്നല്ലേ സാർ ഉദ്ദേശിച്ചത്? അതെ, അതിനാണ് ഞാൻ തന്നെ വിളിപ്പിച്ചത്. സാറിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ പറ, ഞാൻ സെറ്റാക്കാം. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോ പറയാം എന്ന് പറഞ്ഞു. പിന്നെ കാണുന്നത് നമ്മുടെ കമലയും ശ്രീജയും വേദയും ഒക്കെ ഓരോ ജോലികൾ കിച്ചണിൽ ചെയ്തോണ്ടിരിക്കുന്നു. നന്ദിനി അവിടെ ഇരുന്ന് ഫോണിൽ തോണ്ടുവാണ്. അപ്പൊ അച്ഛമ്മ വരുമ്പോ കൊള്ളാം ഡി നന്ദിനി എന്ന് വിളിച്ചു. നന്ദിനി ചാടി എഴുന്നേറ്റിട്ട് എന്താടി നീ റീൽസ് കണ്ട് സുഹിക്കോ അല്ലേ എന്ന് ചോദിച്ചു. അല്ല അച്ഛമ്മേ, വീഡിയോസാ എന്ന് പറഞ്ഞു. ഓഹോ അതെ, ഈ 3 പെണ്ണുങ്ങൾ ഇവിടെ കിടന്ന് ജോലി ചെയ്യുമ്പോ നിനക്കിങ്ങനെ വീഡിയോസും കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ടല്ലോ. അച്ഛമ്മ, അത് പിന്നെ അച്ഛമ്മയുടെ കുക്കിംഗ് വീഡിയോ ഞാൻ കാണുന്നത്. അയ്യോ മോളെ, നീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അച്ഛമ്മയ്ക്ക് സിൽവർ ബട്ടൺ ഒന്നും വാങ്ങിത്തരാൻ നിൽക്കില്ലേ എന്ന് പറഞ്ഞു. വെറുതെ ഇരിക്കാതെ വേഗം അടിച്ചു വാരി ഇടുമ്പോ പെണ്ണെ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം നന്ദിനി അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് മോളെ വേദേ ഇനി വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ വേഗം തന്നെ
വിക്രം മുറിയിലുണ്ടോ എന്ന് ചോദിച്ചു വേദയോട്. ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ നീ ചെന്ന് ആ വിക്രത്തിനെ വിളിക്കുക എന്ന് പറഞ്ഞു. ശ്രീജയെ വിഷു ഉണ്ടോ? ഉണ്ട്. എന്നാ നീ ചെന്ന് വിളിക്കാന്ന് ശ്രീജയെ ഏൽപ്പിച്ചു. പിന്നെ വിനായകനെ വിളിക്കാൻ പറഞ്ഞ ശ്രീജയെയും ഏൽപ്പിച്ചു, അല്ല നമ്മുടെ നന്ദിനിയെ ഏൽപ്പിച്ചു കേട്ടോ. അവസാനം സുധാകര എന്ന് വിളിച്ച് സുധാകരനെയും വിളിക്കുകയാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അച്ചമ്മയുടെ പുതിയ തീരുമാനമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.